Hello, I am Lawrence. Today I am going to introduce you a tricky multiplication. Okay, we are going to multiply 42 into 62. 42ഉം 62ഉം തമ്മിൽ ഗുണിക്കുകയാണ്. അപ്പം 42ഉം 62ഉം തമ്മിൽ ഗുണിക്കുമ്പോൾ അതിൻ്റെ യൂണിറ്റ് പ്ലേസിലുള്ള നമ്പേഴ്സ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ചെക്ക് ദി നമ്പേഴ്സ് ഇൻ ദി യൂണിറ്റ് പ്ലേസ്. അപ്പോൾ നമുക്കറിയാം അത് സെയിം ആണെന്ന് മനസ്സിലാവും. രണ്ടും 2 എന്നാണ് വന്നിരിക്കുന്നത്, സെയിം ആണ്. അപ്പോൾ ദി നമ്പേഴ്സ് ഇൻ ദി യൂണിറ്റ് പ്ലേസ് ഷുഡ് ബി സെയിം. ഇനി 10ൻ്റെ സ്ഥാനത്തെ സംഖ്യകളൊന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ 10ൻ്റെ സ്ഥാനത്തെ സംഖ്യകൾ തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ 10 കിട്ടുക. ദി സം ഓഫ് നമ്പേഴ്സ് ഇൻ ദി 10th പ്ലേസ് ഈസ് 10. ഇത്തരം സംഖ്യകൾ എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള സംഖ്യകൾ വന്നാൽ എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാൻ ഗുണിക്കാൻ പറ്റും? അതിന് യൂണിറ്റ് പ്ലേസിലത്തെ നമ്പേഴ്സ് ആദ്യം മൾട്ടിപ്ലൈ ചെയ്യാം. Multiply the numbers in the unit place. That is 2 into 2. 2 into 2 is 4. But we have to write 2 into 2 is 4. We have to write 0, 4. Okay. 4 എന്ന് മാത്രം എഴുതരുത്, 0 എന്ന് എഴുതാം. അതിനുശേഷം 10th പ്ലേസിലുള്ള നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യാം. Multiply the numbers in the 10th place. That is 4 into 6. 4 into 6 is 24. അതിലൂടെ യൂണിറ്റ് പ്ലേസിലത്തെ നമ്പറും കൂടി ആഡ് ചെയ്യുക. ആഡ് ദി നമ്പർ ഇൻ ദി യൂണിറ്റ് പ്ലേസ്. ദാറ്റ് ഈസ് 6 into 4 ഈസ് 24 പ്ലസ് 2. യൂണിറ്റ് പ്ലേസിലുള്ള നമ്പർ 2 ആണ്, പ്ലസ് 2. അപ്പോൾ 24 പ്ലസ് 2 26. Therefore the answer is 2604. കൺസിഡർ അനദർ എക്സാമ്പിൾ. വേറെ എക്സാമ്പിൾ ഇതേപോലെ തന്നെ നമുക്ക് നോക്കാം. അപ്പോൾ അതിനായിട്ടൊരു നമ്പർ എഴുതാൻ പോവാണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് 27 into 87. 27 into 87 എന്ന് പറയുമ്പോൾ അതിൽ യൂണിറ്റ് പ്ലേസിലത്തെ നമ്പേഴ്സ് സെയിം ആയി. ചെക്ക് ചെയ്യുമ്പോൾ മനസ്സിലാവും യൂണിറ്റ് പ്ലേസിലത്തെ നമ്പേഴ്സ് സെയിം ആണ്. അതുപോലെ തന്നെ 10ാം സ്ഥാനത്തെ സംഖ്യകളുടെ തുക 10 ആണ്. 8 2 കൂടി ആഡ് ചെയ്യുമ്പോൾ 10 വരിക. അപ്പോൾ നമ്പേഴ്സ് ഇൻ ദി യൂണിറ്റ് പ്ലേസ് ആർ സെയിം. And the sum of numbers in the 10th place is 10. So 7 into 7. 7 into 7 is 49. Then 2 into 8. 2 into 8 is 16. Then 16 plus the number in the unit place. So 16 plus 7. 16 plus 7 is 23. അപ്പോൾ 2 ഗുണിക്കണം 8 16ഉം പിന്നെ ഒറ്റയുടെ സ്ഥാനത്തെ സംഖ്യയും തമ്മിൽ ആഡ് ചെയ്യുക. അപ്പോൾ 16 പ്ലസ് 7 23. Therefore the answer is 2349. Okay. Then next one. 13 into 93. 13 into 93. The numbers in the unit place are 3 and the sum of numbers in the 10th place is 10. ഒറ്റയുടെ സ്ഥാനത്തെ സംഖ്യകൾ തുല്യമാണ്, 3 എന്നാണ് വന്നിട്ടുള്ളത്. അതേപോലെ 10ന്റെ സ്ഥാനത്തെ സംഖ്യകളുടെ തുക 1 + 9 10 എന്നാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3 into 3 is 9. അപ്പോൾ we have to write 09. Then 1 into 9. 1 into 9 is 9. 1 into 9 is 9. 9 plus the number in the unit place. 9 plus ഒറ്റയുടെ സ്ഥാനത്തെ സംഖ്യ. 9 + 3 എന്ന് വരും. 9 + 3 എന്ന് പറയുമ്പോൾ 12 എന്നാണ് വരിക. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 1209. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.